ഹായ് മക്കളെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നല്ല ആളുകളെ ആദ്യം പരീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെ? നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ആരെയും വേദനിപ്പിക്കുന്നില്ല, ഞാൻ എല്ലാവർക്കും നല്ലത് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ മാത്രം ഇത്രയും പരീക്ഷണങ്ങൾ വരുന്നു? എന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പരീക്ഷിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെ? അങ്ങനെ ചിന്തിച്ചിട്ടുള്ളവർ യെസ് എന്ന് കമന്റിൽ ഇടും. അപ്പൊ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഹായ്, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. അപ്പോ നമ്മള് ഈ ഒരു കാര്യത്തിന്റെ യഥാർത്ഥ ഉത്തരം ശരിക്കും കുറച്ചു പേർക്ക് മാത്രമേ അറിയുള്ളൂ. അതായത് എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു വലിയ സത്യമാണ്, ഒരു വലിയ അറിവാണ്. അത് മനസ്സിലാക്കാനായിട്ട് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുക, എൻഡ് വരെയും കാണുക. അപ്പൊ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോ നല്ല മനസ്സുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടാവും. കാര്യം എന്താ? അവര് മറ്റുള്ളവരെ സഹായിക്കും, അവര് മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും, അതുപോലെ അവര് മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? അവരാണ് ഏറ്റവും അധികം വേദന അനുഭവിക്കുന്നത്. സത്യമല്ലേ? സത്യമാണെന്ന് തോന്നുന്നവർ എസ് എന്ന് കമന്റ് ഇടണേ. അപ്പൊ അവര് ചിന്തിക്കും, ദൈവമേ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് എന്റെ ലൈഫിൽ മാത്രം ഇത്രയും പരീക്ഷണങ്ങൾ വരും, അല്ലെ? പലരും ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ടീച്ചർമ്മയ്ക്ക് അറിയാം. ഒരിക്കലും ഒരിടത്ത് ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. അയാള് വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു മനസ്സുള്ള ആളായിരുന്നു. ആരെയും സഹായിക്കണമെന്ന് ഉള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. അതുപോലെ ആരെങ്കിലും സഹായിക്കണം തോന്നിക്കഴിഞ്ഞാൽ പുള്ളി മറ്റൊന്നും ചിന്തിക്കത്തില്ല, അങ്ങ് സഹായിക്കും. ശരിക്കും പറഞ്ഞാല് ആ വ്യക്തി സഹായിച്ച ആളുകൾക്ക് കയ്യും കണക്കുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വന്നു. ആ മനുഷ്യൻ വിശ്വസിച്ചിരുന്ന കുറേയധികം ആളുകള് അയാളെ ചതിച്ചു. അയാൾ ചെയ്യാൻ ശ്രമിച്ച പല കാര്യങ്ങളും പരാജയപ്പെട്ടു. ഒരു ദിവസം അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആർക്കും ഒരു ദ്രോഹവും ചെയ്തില്ല, എല്ലാരെയും സഹായിക്കുകയാണ്. പക്ഷെ ദൈവമേ, എന്തുകൊണ്ടാണ് എനിക്ക് ദുരിതങ്ങൾ ഒഴിയാത്തത്? അപ്പൊ ജീവിതത്തിലെ ആ വലിയ സത്യം ശരിക്കും നമ്മൾ അറിയണം. എഴുതിക്കോളൂ, സ്ട്രോങ് സോൾസ് ആർ ക്രിയേറ്റഡ് ത്രൂ സ്ട്രഗിൾസ്. നിങ്ങൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ട്രോങ് സോൾസ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? സ്ട്രഗിളിലൂടെയാണ്. സ്ട്രോങ് സോൾസ് ആർ ക്രിയേറ്റഡ് ത്രൂ സ്ട്രഗിൾസ്. നമ്മൾ കണ്ടിട്ടില്ലേ, സ്വർണം തീയിലിട്ട് അതിങ്ങനെ ഉരുക്കി 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 എടുക്കുമ്പോഴാണ് ആ സ്വർണം ഏറ്റവും ശുദ്ധമായി മാറുന്നത്, അത് വിലയേറിയതായി മാറുന്നത്, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഡയമണ്ട്, അത് അമിതമായ പ്രഷറിലൂടെയാണ് ഈ ഡയമണ്ട് ആയി വരുന്നത്. അത് അത്രയും കോസ്റ്റ്ലി ആയത് അതുകൊണ്ടാണ്. അതുപോലെ നല്ല ആളുകള്, അവരുടെ ആത്മാവ് ശക്തമാകുന്നത് ജീവിതത്തിലെ പരീക്ഷണങ്ങളിലൂടെയാണ്. ഒരു സ്ത്രീ, അവളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. റിലേറ്റീവ്സ് ഒരിക്കലും അവൾക്ക് ഒരു സപ്പോർട്ടോ സ്നേഹമോ ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ചെയ്യാത്ത തെറ്റുകൾക്ക് പോലും അവളെ എല്ലാവരും കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി, വേദനിപ്പിച്ചു, വിഷമിപ്പിച്ചു. അവളെ വിലയില്ലാതെ കണ്ടു. പലരും അവളെ ചവിട്ടിത്തേച്ചു. അവളുടെ മുമ്പിൽ പലരും കാർക്കിച്ചു തുപ്പി. അതുപോലെ പലരും അവളുടെ ലൈഫിൽ ചതിച്ചിട്ട് പോയി. ആളുകള് അവൾ മനസ്സറിഞ്ഞു പോലും ചെയ്യാത്ത തെറ്റുകൾക്ക് അവളെ കുറ്റക്കാരിയാക്കി. അവൾ ഒത്തിരി കരഞ്ഞു, ലൈഫിൽ ഒത്തിരി സ്ട്രഗിളിലൂടെ കടന്നുപോയി. പക്ഷേ ഇന്ന് ആ വ്യക്തി സൂപ്പർ സക്സസ്ഫുൾ ആണ്. അപ്പൊ അവള് ദൈവത്തോട് ചോദിച്ചു, എന്തുകൊണ്ട് എനിക്ക് ഇത്രയും പരീക്ഷണങ്ങൾ തന്നു? അപ്പോ ദൈവം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതായത് നീ ആ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ, വലിയ ഹെൽത്ത് ബ്ലെസ്സിങ് അവളുടെ ലൈഫിൽ വന്നു. അപ്പൊ ആ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയെങ്കിലേ ആരോഗ്യത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ വേദന നീ മനസ്സിലാക്കൂ. അവളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ദൈവം പറഞ്ഞു, നീ ആളുകളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. അതുപോലെ അവൾ ജോലിയിലും അതുപോലെ തന്നെ സാമ്പത്തിക അവസ്ഥയിലും ഒക്കെ ഒത്തിരി സ്ട്രഗിൾ അനുഭവിച്ചിട്ടാണ്
പിന്നീട് സക്സസ്ഫുൾ ആവുന്നത്. അപ്പൊ ദൈവം പറഞ്ഞ മറുപടി ഇതാണ്, നീ ഈ മേഖലകളിലെല്ലാം എല്ലാ ഏരിയാസിലും ആ ഒരു പെയിൻ അനുഭവിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ പ്രയാസങ്ങള് നിനക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ ഇങ്ങനെ ഞാനിപ്പോ ഈ പറഞ്ഞ കഥയിലെ നായിക ആരാണ് എന്ന് മനസ്സിലായവര് താഴെ കമന്റിൽ ഇടും കേട്ടോ. ഓക്കെ, അപ്പം ദൈവം നമ്മളെ ശരിക്കും പരീക്ഷിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ നമ്മളിപ്പോ കടന്നു പോകുന്നുണ്ട് എങ്കിൽ, അതായത് മറ്റുള്ളവരുടെ ലൈഫിൽ സംഭവിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ച് എന്തോ ഒരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഞാൻ പണ്ട് സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് സ്കൂൾ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, ഇതല്ല, ഇതിനും അപ്പുറത്തേക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, നിനക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, ഒരുപാട് പേരെ സഹായിക്കാനുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എന്റെ മനസ്സിനോട് ചോദിച്ചു, എന്താ അത്? പക്ഷെ എനിക്ക് ഉത്തരം കിട്ടിയില്ല. കാര്യം അന്ന് ഞാൻ നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എന്റെ ലൈഫ് പർപ്പസ് എന്താണ്, എന്റെ ജീവിത നിയോഗം എന്താണെന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ഞാനെന്നൊരു വ്യക്തി പോസിറ്റീവായി മാറിയപ്പോ എന്റെ കുടുംബം സ്വർഗമായി. അപ്പോ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ കുടുംബങ്ങള് ആ ഒരു സ്വർഗാവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റി, അല്ലെ? അപ്പൊ അതാണ് നമ്മുടെ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈസി ലൈഫ് ക്രിയേറ്റ്സ് വീക്ക് പീപ്പിൾ. എന്നൂടെ പറയാം, ഈസി ലൈഫ് ക്രിയേറ്റ്സ് വീക്ക് പീപ്പിൾ. ലൈഫിൽ വളരെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് സ്ട്രഗിൾ ഒന്നും ഇല്ലെങ്കിൽ ആ ആൾക്കാർ ഭയങ്കര വീക്ക് ആയിരിക്കും. അപ്പോ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ക്രിയേറ്റ്സ് സ്ട്രോങ് പീപ്പിൾ. നമ്മൾ ശക്തരാകണമെങ്കിൽ, നമ്മൾ കരുത്തരാകണമെങ്കിൽ നമ്മൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകണം. എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്ത് സ്നേഹം തന്ന് വളർത്തിയ ഒരു കുട്ടിയൊന്നുമല്ല. അപ്പൊ ചെറുപ്പം മുതൽ തന്നെ ഞാൻ ഇങ്ങനെ സ്ട്രഗിൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു, റിലേറ്റീവ്സിൽ നിന്ന് കിട്ടാത്ത സ്നേഹം. അപ്പൊ എനിക്ക് ആ ഒരു സ്നേഹം എന്താണെന്ന് അറിയില്ല. പിന്നീട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡിൽ നിന്നാണ് ആത്മാർത്ഥമായ സ്നേഹം എന്താണെന്ന് ഞാൻ അറിയുന്നത്. അപ്പൊ ഇപ്പോഴും എന്റെ ലൈഫിലെ വലിയൊരു സ്നേഹത്തിന്റെ സോഴ്സ് അദ്ദേഹമാണ്. അപ്പൊ ഈ ഒരു സ്നേഹം കിട്ടാതിരുന്നത് കൊണ്ട് തന്നെ, പലരും സപ്പോർട്ട് തരാതിരുന്നത് കൊണ്ട് തന്നെ, ആ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ക്രിയേറ്റ് സ്ട്രോങ് പീപ്പിൾ. അതുകൊണ്ടാണ് നിങ്ങളുടെ ടീച്ചർമാർ ഇന്ന് വളരെ സ്ട്രോങ് ആയിരിക്കുന്ന മക്കളെ. ഞാൻ ഇന്ന് എന്റെ ലൈഫിൽ സപ്പോർട്ട് തരാത്ത, സ്നേഹം തരാത്ത എല്ലാവരോടും ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാ. കാര്യം എന്താ? അവരെന്നെ ഇങ്ങനെ പാമ്പർ ചെയ്ത് സ്നേഹം തന്ന് എന്നെ ഇങ്ങനെ വെച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് വളരണം എന്നൊരു ചിന്ത ഉണ്ടാവുമായിരുന്നോ? ഇല്ല. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ സാഹചര്യങ്ങൾ മോശമാണെങ്കിൽ അതൊക്കെ നമ്മളെ കരുത്തുറ്റവരാക്കാനാണെന്ന് മനസ്സിലാക്കുക. ഞാനിന്ന് ഇത്രയും, പണ്ട് ഞാൻ ഭയങ്കര ഒരു സോഫ്റ്റ് ഹാർട്ടഡ് പേഴ്സൺ, ചെറിയൊരു കാര്യത്തിന് പോലും ഭയങ്കരമായിട്ട് തകർന്നു പോകുന്ന, കരയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് ഞാൻ എന്നെ ഇങ്ങനെ മാറ്റിയെടുത്ത് ആ സ്ട്രോങ് പേഴ്സണാലിറ്റിയിലേക്ക് എത്തിയത് എന്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ്. ഇപ്പോഴും ലൈഫിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ആ പരീക്ഷണങ്ങളേക്ക് അതിജീവിച്ചുകൊണ്ട് അനുനിമിഷം സക്സസിൽ നിന്ന് സക്സസിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാ? മനസ്സിനകത്തെ ആ ബേണിംഗ് ഡിസയർ, വിജയിക്കണം, സാഹചര്യങ്ങൾ മോശമാണ്, പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ആ ആഗ്രഹം കൊണ്ടാ. നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും നമ്മളെ ചതിച്ചിട്ട്, വഞ്ചിച്ചിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് കടന്നു പോകുന്നവരുണ്ടല്ലേ? അല്ലെങ്കിൽ നമ്മൾ എത്ര സ്നേഹം കൊടുത്താലും നമ്മള് കൊടുക്കുന്ന സ്നേഹത്തിനെ ഒന്നും വിലമതിക്കാതെ നമ്മളെ ദുഷിക്കുന്ന മനുഷ്യരുണ്ടാവും, അല്ലെ? മറ്റുള്ളവരുടെ അടുത്ത് നമ്മളെ പറ്റി മോശം പറയുന്നവരുണ്ടാവും. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത്, നമ്മളിനി എത്ര നല്ല വ്യക്തിയായിട്ട് ജീവിച്ചാലും ഒരുപാട് കല്ലേറുകൾ നമുക്കുണ്ടാവും. മദർ തെരേസയുടെ കാര്യം ടീച്ചർമ്മ പറഞ്ഞു തന്നിട്ടില്ലേ? മദർ തെരേസ സമ്പന്നന്മാരുടെ വീട്ടിൽ ഭിക്ഷ യാചിക്കാനായിട്ട് ചെല്ലുമ്പോ സമ്പന്നന്മാര് കാർക്കിച്ചു തുപ്പും. ആ മുഖത്തുനിന്ന് ആ തുപ്പൽ തുടച്ചുകൊണ്ട് മദർ പറയും, എനിക്കുള്ളത് തന്നു, ഇനി എന്റെ കുഞ്ഞുങ്ങൾക്ക് വല്ലതും തരൂ എന്ന്. അപ്പോ ഈ ലോകം അങ്ങനെയാണ്, എത്ര നന്മയുള്ളവരെയും കല്ലെറിയുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്ന ലോകമാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചുറ്റിലുമുള്ള മനുഷ്യരിൽ നിന്നുള്ള കല്ലേറുകൾ കിട്ടുമ്പോൾ അത് നമ്മുടെ വീട്ടിലുള്ള ബന്ധുക്കളിൽ നിന്നാകാം, നാട്ടുകാരിൽ നിന്നാകാം, കൊളീഗ്സിൽ നിന്നാകാം, പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്കിതിങ്ങനെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നാകാം ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ എന്തിനാണ് തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ദൈവം പറയുന്ന ഒരു മറുപടി ഉണ്ട്, നീ ഇനിയും സ്ട്രോങ് ആകേണ്ടതുണ്ട്. ഞാൻ പലപ്പോഴും ദൈവത്തിനത് ചോദിക്കും, വീണ്ടും വീണ്ടും എന്തിനാണ് ഈ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങാൻ പിന്നെയും ചന്തുവിന്റെ ജീവിതം ബാക്കി എന്ന് പറഞ്ഞ പോലെ ഞാൻ ചോദിക്കും, വീണ്ടും വീണ്ടും എന്തിനാണാവോ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്. ഞാനിങ്ങനെ ദൈവത്തോട് സംസാരിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ദൈവം പറഞ്ഞൊരു കാര്യം, നീ ഇനിയും സ്ട്രോങ് ആകണം, ഇനിയും കരുത്തുറ്റവളാകണം, ഇനിയും കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകണം. എനിക്ക് ലൈഫിൽ പലപ്പോഴും എക്സ്പീരിയൻസ് തോന്നിയിട്ടുള്ളതെന്ന് അറിയാം. ലൈഫിൽ ഒരു സക്സസ് ഒക്കെ എത്തുമ്പോൾ ഞാനിങ്ങനെ പതുക്കെ ഇരിക്കുക, എന്തായാലും ഇത്രയും ഇവിടം വരെയൊക്കെ എത്തിയില്ല, പതുക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഒരു നല്ല കൊട്ടെനിക്ക് തരും, ഞാൻ അനങ്ങത്തില്ല. വീണ്ടും തരും, അനങ്ങത്തില്ല. ഒരു വലിയ കൊട്ടെനിക്ക് കിട്ടുമ്പോഴായിരിക്കും ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നിട്ട് അയ്യോ വീണ്ടും ആക്ഷൻ എടുക്കണം, അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സത്യം ലിറ്ററലി എനിക്ക് ലൈഫിൽ ഫീൽ ചെയ്യാറുണ്ട്, ഞാൻ ഇങ്ങനെ ഭയങ്കര ഒരു ഈസി ഭാവത്തിൽ പോകുമ്പോൾ നല്ലൊരു കൊട്ടെനിക്ക് കിട്ടി എന്നെ അടുത്ത ലെവലിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ശരിക്കും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടെങ്കിൽ കമന്റിൽ പറയണേ മക്കളെ. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓക്കെ, ഒരു നല്ലൊരു അനുഭവം നിങ്ങൾക്ക് കിട്ടുമ്പോൾ പിന്നെ നമുക്ക് വളരണമെന്നൊരു ചിന്ത അങ്ങ് വരും. എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും വാശി ലൈഫിൽ വരാറില്ല, പക്ഷേ ഉണ്ടല്ലോ ചില സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു വാശി അങ്ങ് കയറും. വാശി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോടുള്ള വാശിയല്ല കേട്ടോ, എന്നോട് തന്നെ, എൻ്റെ ഇന്നലകളോടുള്ള തന്നെ വാശി. എനിക്ക് അടുത്ത ലെവലിലേക്ക് പോകണമെന്നൊരു ചിന്ത വന്നാൽ പിന്നെ ഞാനത് നേടിയിട്ടേ അടങ്ങും. അങ്ങനെ നമ്മുടെ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് മക്കളെ, നിങ്ങളുടെ ലൈഫില് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ 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 ശക്തരാകണം, സ്ട്രോങ് ആകണം. ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നോട്ട് പോകണം. പ്രതിസന്ധികൾക്ക് മുമ്പിൽ തളർന്നിരിക്കാൻ ആർക്കും പറ്റും. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ലൈഫിൽ പ്രശ്നം വരുമ്പോ 2 ചോയ്സ് ഉണ്ട്. എന്ത്? ഒന്നുകിൽ തളരാം, അല്ലെങ്കിൽ വളരാം. നിങ്ങൾക്ക് തളരണോ? തളർന്നിരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക. കരച്ചില് കാണാനൊന്നും ആരും കാണത്തില്ല. കരയുന്നവന്റെ കൂടെയും തോറ്റവന്റെ കൂടെയും നിൽക്കാൻ ആരും കാണില്ല. വിജയിച്ചവന്റെ കൂടെ എപ്പോഴും ലോകം നിൽക്കും. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതാ. ലൈഫില് ആരും താങ്ങാനില്ലാതെ കിടന്ന് അനുഭവിച്ച് നരകിച്ച ദിവസങ്ങൾ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എന്റെ ഹെൽത്ത് ബ്ലെസ്സിങ്ങിന്റെ സമയത്ത് കൊല്ലത്ത് ആയുർവേദ ഹോസ്പിറ്റലിൽ ഞാനിങ്ങനെ ആ ഒരു വാർഡിൽ, ലേഡീസിന്റെ വാർഡാ, അവിടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് എഴുന്നേൽക്കാൻ പോലും കട്ടിലിൽ നിന്ന് വയ്യാതെ തളർന്ന് കിടക്കുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം വാരി തന്നിട്ടുള്ളവർ, എന്റെ വസ്ത്രങ്ങൾ മാറ്റി തന്നിട്ടുള്ളവർ, എന്റെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുള്ള ഒരുപാട് ആ വാർഡിലുള്ള മനുഷ്യരുണ്ട്. എന്റെ ഹസ്ബൻഡും മക്കളും അവര് ജെൻസ് ആയതുകൊണ്ട് അവർക്ക് തന്നെ ആ സ്ത്രീകളുടെ വാർഡിലേക്ക് പ്രവേശനമില്ലായിരുന്നു. ഒന്ന് കൂടെ വന്ന് നിൽക്കാൻ പോലും ആരുമില്ലായിരുന്നു. പലരെയും വിളിച്ചു നോക്കി, ആരും വന്നില്ല. ഒറ്റയ്ക്ക് ഞാൻ കിടന്ന് അനുഭവിച്ച അനുഭവങ്ങളൊക്കെ അത്രയ്ക്ക് വലുതാണ്. അപ്പൊ എന്റെ ലൈഫിൽ ഒരുപാട് ഈ പറയുന്ന പോലെ സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചൊരു വ്യക്തിയല്ല. എന്റെ അച്ഛൻ ഒരു പാവപ്പെട്ട ഓട്ടോ ഡ്രൈവർ ആയിരുന്നു, അമ്മ ഒരു തയ്യൽ തൊഴിലാളിയായിരുന്നു. അപ്പം എന്റെ സാഹചര്യങ്ങൾ വളരെ മോശമാണ് എന്ന് കരുതി ഞാൻ സാഹചര്യങ്ങളെയും പഴിച്ചിരുന്നില്ല. ഇന്ന് അവിടുന്ന് ഓക്കെ, എന്റെ സാഹചര്യങ്ങൾ വളരെ മോശമാണ്, എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ പറ്റൂല, എനിക്ക് മുന്നോട്ട് പോകണം എന്ന് ഞാൻ ചിന്തിച്ചത് കൊണ്ടാണ് ഇന്ന് ആ ഒരു മൾട്ടി മില്യനർ ലെവലിലേക്ക് സ്വന്തം അധ്വാനത്തിലൂടെ. ഏതോ ഒരു സിനിമയില് നിവിൻ പോളി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലേ, സ്വന്തമായിട്ട് വഴിവെട്ടി വന്നവനാടാന്ന് പറയത്തില്ലേ, അതുപോലെ ഞാനത് ഇതായിട്ട് പറയല്ല മക്കളെ. ഞാൻ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അതായത് നമ്മള് എല്ലാരും ഇങ്ങനെ സ്നേഹം തന്ന് പാമ്പർ ചെയ്ത് ഇരുത്തിയിരുന്നാൽ നമുക്ക് വളരണമെന്നൊരു ചിന്ത വരത്തില്ല. ഞാൻ പലരെയും കാണാറുണ്ട്, അവർക്കൊക്കെ എല്ലാവരും അച്ഛനും അമ്മയും നല്ല സ്നേഹം കൊടുത്ത് എല്ലാം ഇങ്ങനെ കൊടുത്തിരുത്തിയേക്കുന്നുണ്ട്. അവർക്ക് ജീവിതത്തിൽ വളരണമെന്നൊരു ചിന്തയില്ല. നേരെ മറിച്ച് നമുക്ക് ആ മോശം താങ്ങാൻ ആളുള്ളവനെ തളർച്ച ഉണ്ടാവും എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ നമുക്ക് താങ്ങാൻ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് തളർച്ച ഉണ്ടായില്ല. മുമ്പോട്ട് പോയേ പറ്റൂ. നമ്മളെ കൈപിടിക്കാനും കൂടെ നിർത്താനും ഒന്നും ആരുമില്ല. ജീവിതത്തോട് തന്നെ ഒരു വാശി വന്നു, നോക്കി എനിക്ക് വിജയിക്കണം. അപ്പൊ ആ മോശം സാഹചര്യത്തെ തരണം ചെയ്ത് മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇന്ന് ലൈഫിൽ വിജയിക്കാൻ പറ്റിയത് എന്നാണ് ടീച്ചർമ്മ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, മക്കളെ, നിങ്ങൾക്ക് ഇന്ന് എത്ര മോശം സാഹചര്യങ്ങളാണോ ഈ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ദൈവം തരുന്നത് നിങ്ങളെ കൂടുതൽ കൂടുതൽ കരുത്തരാക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഈ അവസ്ഥയൊക്കെ അങ്ങ് കടന്നു പോകും. ഇത് കഴിയുമ്പോൾ നിങ്ങൾ ഈ അവസ്ഥയിൽ നിന്നും ആ ഒരു എനർജി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. നിങ്ങളുടെ ജീവിതത്തില് പരീക്ഷണങ്ങൾ വരുമ്പോ നിങ്ങൾ 3 കാര്യങ്ങൾ ഓർക്കുക. ഒന്നാമത്തെ കാര്യം, ക്ഷമയോടെ ഇരിക്കുക. മനസ്സിനെ അങ്ങ് തകർക്കരുത്. അയ്യോ തകർന്ന് തരിപ്പണോ, ഇനി എന്നെ കൊണ്ട് ഒന്നും പറ്റൂല, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, ഞാൻ വിജയിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ചിലരാണെങ്കിൽ ആത്മഹത്യയെ കുറിച്ചൊക്കെ ചിന്തിക്കും. അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ മക്കളെ. ദൈവം തന്ന ഏറ്റവും വലിയ ദാനമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അത് നശിപ്പിക്കല്ലേ. അതൊന്നും നശിപ്പിക്കാൻ നമുക്ക് അധികാരമില്ല. ഞാൻ ഒരിക്കൽ എന്റെ ലൈഫിൽ എന്റെ 2ാമത്തെ മകനെ ഗർഭിണിയായിരുന്ന സമയത്ത്
ഭയങ്കരമായിട്ടുള്ള ടോർച്ചറിങ് ആയിരുന്നു ഹസ്ബൻഡിന്റെ വീട്ടിൽ, മെന്റൽ ടോർച്ചറിങ്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു തീരാം എന്ന് കരുതി ഞാൻ ഹാങ് ചെയ്യാനായിട്ട് വരെ ശ്രമിച്ചൊരു വ്യക്തിയാണ്. പിന്നെ ഞാൻ ആലോചിച്ചു, വേണ്ട, വയറ്റിൽ കിടക്കുന്ന ഒരു തെറ്റും ചെയ്യാത്തൊരു കുഞ്ഞ്, എന്തിന് ആ കുഞ്ഞിന്റെ ജീവിതം നശിപ്പിക്കാനുള്ള യോഗ്യത എനിക്കില്ല. ഞാൻ ആ കുഞ്ഞിന് വേണ്ടി ജീവിച്ചു. അന്ന് അങ്ങനെ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിന്നത് കൊണ്ടല്ലേ ഇന്നിപ്പോ ലോകത്തിലെ ലക്ഷക്കണക്കിന് പേർക്ക് വെളിച്ചമാകാൻ ടീച്ചർമ്മയ്ക്ക് കഴിയുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത് ക്ഷമയോടെ ഇരിക്കുക മക്കളെ. ഈ അവസരം, ഈ ഒരു സാഹചര്യവും കടന്നു പോകും. രണ്ടാമത്തത്, പ്രതീക്ഷ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഈ കഷ്ടപ്പാടിനപ്പുറം ഒരു നല്ല ദിവസം ഉണ്ടെന്ന് ഓർക്കുക. മൂന്നാമത്, നിങ്ങളുടെ ആ ഒരു മനസ്സ് നല്ല കരുത്തുറ്റ മനസ്സാക്കി വെക്കുക. അതായത് നിങ്ങള് പിന്നെ ഈ മോശം സാഹചര്യത്തിൽ തളരാതെ മനസ്സിനെ വീണ്ടും വീണ്ടും സ്ട്രോങ് ആക്കുക. എന്റെ മനസ്സിനെ കൂടുതൽ ശക്തമാക്കാനാണ് ദൈവം ഈ സാഹചര്യം തരുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു ദിവസം നിങ്ങൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ, നിങ്ങളുടെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അന്ന് ഞാൻ ആരും കാണാതെ കരഞ്ഞ നിമിഷങ്ങൾ, എന്റെ ലൈഫിലുണ്ടായ പരാജയങ്ങൾ, ഇതൊക്കെ എന്റെ ലൈഫിലെ വിജയത്തിന് വേണ്ടിയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ചിരി വരും. ഞാൻ ഇന്ന് എന്റെ ലൈഫിൽ അന്ന് അനുഭവിച്ച ആ വേദനകൾ, ഒറ്റയ്ക്ക് കിടന്ന് അനുഭവിച്ച, ദൈവമേ ഒരു മനുഷ്യരും ഒന്നും തുണയില്ലല്ലോ എന്നും പറഞ്ഞ് കരഞ്ഞ നിമിഷങ്ങളൊക്കെ ഇന്ന് ഓർക്കുമ്പോൾ നമുക്കതൊക്കെ എല്ലാം നമ്മുടെ സക്സസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാം നല്ലതിനായിരുന്നു. അപ്പൊ ദൈവം നമ്മളെ പരീക്ഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ദൈവം നമ്മളെ തയ്യാറാക്കുകയാണ്. നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. എന്ത് സിറ്റുവേഷൻ വന്നാലും നമ്മൾ അതിശക്തമായിട്ട് മുന്നോട്ട് പോകണം. എപ്പോഴും ഞാൻ പറഞ്ഞ ഒരു ടീച്ചർമ്മ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, ലൈവിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും അല്ലെ, ഷോർട്സിലാണെങ്കിലും ഒക്കെ വന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അല്ലാതെയാണോ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ടീച്ചർമ്മ ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ വരാം, വന്ന് നിങ്ങളെങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, വെറും മോട്ടിവേഷൻ അല്ല, ശരിക്കും പറഞ്ഞാൽ ഇൻസ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് മോട്ടിവേഷൻ നമുക്ക് കുറച്ചു നേരം കേൾക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ ഇൻസ്പയർ ചെയ്യാണ്. ജീവിതത്തിൽ ആ കൊടും പരാജയത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു സ്ത്രീ ഉയർന്നു വന്ന് ഇന്ന് ഹാപ്പിനെസ്സിൽ ജീവിക്കുന്നത്, അനുനിമിഷം സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കത് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഞാൻ ജീവിച്ച് കാണിച്ചു തരികയാണ്, ഒരു മനുഷ്യന് ഏത് മോശം സാഹചര്യങ്ങളെയും തരണം ചെയ്ത് വരാം. ആരൊക്കെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉയർന്നു വരാം. നിങ്ങള് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഈ സാഹചര്യങ്ങളൊക്കെ ഞാൻ തരണം ചെയ്ത് മുന്നോട്ട് പോയി ഞാൻ വിജയിച്ചിട്ട് ഞാൻ എന്റെ ഹാപ്പിനെസ് ടീച്ചർമ്മയോട് പറയും, ശ്രമ ഞാൻ ഇത്രയും വീക്ക് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ സ്ട്രോങ് ആയി. അങ്ങനെ അനുഭവം ഉണ്ടോ? തീർച്ചയായിട്ടും ഇതിന്റെ കമന്റിൽ കുറിക്കണം കേട്ടോ. നിങ്ങളുടെ ഓരോ കമന്റ്സും വായിക്കാൻ എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാം മക്കളെ. നിങ്ങൾ ഇടുന്ന ഓരോ കമന്റ്സും ഞാൻ വായിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു ഹേർട്ട് തന്നില്ലെങ്കിൽ പോലും, ഒരു ഇത്രയും കമന്റ്സ് അല്ലേ വരുന്നത്, തന്നില്ലെങ്കിൽ പോലും ടീച്ചർ തിരക്കാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. രാവിലെ മുതൽ തുടങ്ങുന്ന ക്ലാസ്സുകൾ, രാവിലെ തുടങ്ങി രാത്രി 10 മണി വരെ കണ്ടിന്യൂസ് ക്ലാസ്, അതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്താണ് ഈ വീഡിയോ ചെയ്തതും ലൈവിൽ വരുന്നതും ഒക്കെ. അപ്പൊ നിങ്ങൾ കണക്ട് ആയിരിക്കട്ടോ. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ ഇതുപോലുള്ള മോശം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നമ്മുടെ ഒരു ഷെയർ ഒക്കെ ആയിരിക്കും, നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ ആയിരിക്കും അവരുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റം വരുന്നത്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ നേടേണ്ടത് അനുഗ്രഹമാണ് അല്ലെ. മറ്റുള്ളവർക്ക് നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ, ഒരു നല്ല വാക്ക് കൊടുക്കുമ്പോൾ, ഒരു അറിവ് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഒരു ക്ലാസ് ഒക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ലൈഫിൽ ആ മാറ്റം ഉണ്ടാകുമ്പോൾ അവർ നേരിട്ട് ചിലപ്പോൾ നമുക്ക് നന്ദി പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ആ ഒരു അനുഗ്രഹം നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ എപ്പോഴും നല്ല ശുദ്ധ മനസ്സോടെ ഇരിക്കുക, നല്ല പുഞ്ചിരിയോടെ ഇരിക്കുക, നല്ല സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറുക, നല്ല പോസിറ്റീവായിട്ടിരിക്കുക. ടീച്ചർമ്മയുടെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവും. നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒന്ന് ഫോളോ ചെയ്യണേ മക്കളെ. സുജാർ മോഹൻ എന്ന് തന്നെയാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന്റെ പേര്. അപ്പോ എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ ടീച്ചർമ്മ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. അതുവരെയും എപ്പോഴും സന്തോഷമായിരിക്കുക. പഴയ വീഡിയോസ്, ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ, ടീച്ചർമ്മ എടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ പിന്നെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫ്രീ ക്ലാസ്സിന്റെ ലിങ്ക് കിട്ടും. തീർച്ചയായിട്ടും ആ വീഡിയോസ് ഒക്കെ കാണുക, ഇൻസ്പയർ ആയിരിക്കുക. ദിവസവും 2-3 വീഡിയോസ് ഒക്കെ കാണുന്ന ഒരു ശീലമാക്കുക. കാര്യം നമ്മുടെ പോസിറ്റിവിറ്റി വർദ്ധിക്കാനായിട്ടും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനും ഒക്കെ അത് സഹായിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ടാറ്റ ബൈ ബൈ, ലവ് യു.